ഞാൻ നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. കാരണം കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ ഏറ്റവും മിടുക്കന്മാരും മിടുക്കികളുമായ ഒരു സമൂഹത്തെയാണ് ഞാൻ ഇന്ന് അഡ്രസ് ചെയ്യുന്നത് എന്നെനിക്കറിയാം. പലരുടെയും മുഖത്ത് ഞാൻ ഈ പറഞ്ഞതിൽ അവിശ്വസനീയതയുണ്ട് ഞാൻ കാണുന്നുണ്ട്. എങ്കിലും സത്യമാണ്, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വസിക്കാം. കാരണം ഞാൻ പല കോളേജുകളിലും അപൂർവം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തില് വളരെയധികം ദിവസങ്ങളിൽ എനിക്ക് അത്തരം പരിപാടികളിൽ പങ്കെടുക്കാൻ സാധ്യമല്ല. അത്ര തിരക്ക് എന്ന് പറയുന്നത് ഒരു നാണംകെട്ട വാക്കാണെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു വാക്കാണ് തിരക്ക്. എന്നൊരു ടെലിവിഷൻ ചാനൽ ഞാൻ നടത്തുന്നത് എങ്ങനെയെന്ന് പലർക്കും സംശയമുണ്ട്. ഒരു പരസ്യങ്ങളില്ലാതെ ഒരു ടെലിവിഷൻ ചാനൽ എങ്ങനെ നടത്തുന്നു? പലരും ഉത്തരം കിട്ടാൻ നിരന്തരം എന്നോട് ചോദിക്കാറുള്ള ചോദ്യമാണ്. നിങ്ങൾക്കറിയാം, ഞാൻ എന്നെ കൊന്നാലും പറയില്ലാത്ത ഉത്തരം അതാണെന്ന് നിങ്ങൾക്കറിയാം. കാരണം ആ ഉത്തരം കിട്ടിയാൽ ആർക്കും ഇതുപോലൊരു ചാനൽ തുടങ്ങാം. ആ ഉത്തരം തീർച്ചയായും എന്റെ ഒരു ട്രേഡ് സീക്രട്ടായിട്ട് ഞാനിപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒന്നാണ്. അത്തരം തിരക്കുകൾക്കിടയിൽ ഞാൻ പലപ്പോഴും പല കോളേജുകളിലും പോകാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ കാണാറുള്ളത്, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ യാതൊരു ലക്ഷ്യവും ജീവിതത്തെ കുറിച്ച് മനസ്സിൽ ഉറക്കാത്ത ഒരു പ്രായത്തിൽ ആർക്കോ വേണ്ടി ഒരു പണിക്ക് വന്ന് ചേർന്ന ആളുകളുടെ മുഖഭാവവുമാണ് ഞാൻ പലപ്പോഴും കാണാറുള്ളത്. അതാണ് ഈ അടുത്ത കാലത്ത് നമ്മളെ നിരാശപ്പെടുത്തുന്ന, കേരളത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിരാശനാക്കുന്ന ഒരു പ്രധാന കാര്യം. സഫാരി ചാനലിലേക്ക് ഒരു വർഷം, ഇപ്പൊ ഈ ദിവസങ്ങളിൽ തന്നെ ഞങ്ങളൊരു പ്രോസസ് നടത്തിക്കൊണ്ടിരിക്കുക. അടുത്ത 30-31 ദിവസങ്ങൾ തീയതികളിലൊക്കെ ഒരു ഇന്റർവ്യൂ നടക്കുക. കാരണം ഞങ്ങൾ കുറച്ച് ആളുകളെ പോർട്ട്ഫോളിയോ അത് അവിടെ ഒരു പരിശീലനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പരിശീലനം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ പണിയെടുക്കാനുള്ള ഒരവസരം, എൻ്റെ കൂടെ ഞാൻ ചെയ്യുന്ന ജോലിയൊക്കെ ചെയ്യാം. അത് പല കാറ്റഗറികളായിട്ട് തിരിച്ച് ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പോസ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, സ്ക്രിപ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, പ്രൊഡക്ഷൻ കോർഡിനേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവിടെ എൻ്റെ കൂടെ ജോലി ചെയ്യാനുള്ള ഒരു പരിശീലനം കൊടുക്കുന്നു. എൻ്റെ കൂടെ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ പരിശീലനം പൂർത്തിയാക്കുമ്പോൾ എനിക്കറിയാം അവർ കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു മാധ്യമപ്രവർത്തകരിൽ ഒരാളായി മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർക്ക് എല്ലാ മേഖലയിലും ഞാൻ ചെയ്യുന്ന എല്ലാ ജോലിയും എങ്ങനെയാണ് ഒരു ചാനൽ നടത്തുന്നത് എന്നുള്ള പരിശീലനം കൊടുക്കുക. അപ്പൊ അത്തരത്തിൽ ഏത് മേഖലയിൽ നിന്നും ആളുകളെ ഞാൻ ക്ഷണിച്ചിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന ഏകദേശം ഒരു 3500 ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ ഞാൻ എല്ലാവരെയും വിളിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അവരെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ആ HR ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആ ബയോഡേറ്റകൾ, വന്നിരിക്കുന്ന ആപ്ലിക്കേഷൻസ് എടുത്ത് പരിശോധിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഈ 3500-4000-ഓളം ഈ ദിവസങ്ങളിലും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏകദേശം ഒരു 1000-ഓളം ആപ്ലിക്കേഷൻസ് എഞ്ചിനീയറിംഗ് പാസ്സായ കുട്ടികളുടേതാണ്. ചില പാസ്സായിട്ടുണ്ട്, ചില പാസ്സായിട്ടില്ല, ചില പകുതി വഴിക്കായി, മുക്കാൽ വഴിക്കായി, നിങ്ങളുടെ ഭാഷയെ പറഞ്ഞ സപ്ലി ഇങ്ങനെ കിടക്കുന്ന ആളുകൾ, ഇങ്ങനെ പല കാറ്റഗറി. ഏറ്റവും സുപ്രധാനമായ 20-22 വർഷം ഇന്ന് നിങ്ങൾ LKGയിൽ നിന്ന് നിങ്ങൾ തുടങ്ങുകയാണ്. ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയുമ്പോഴത്തേക്ക് 22-23 വർഷം വിദ്യാഭ്യാസം എന്ന് പറയുന്ന വലിയൊരു യന്ത്ര സംവിധാനത്തിനകത്തൂടെ പാസ് ചെയ്യുകയാണ്. 22 വർഷം ഈ സംവിധാനം, ഒരു രാഷ്ട്രത്തിന്റെ ഏറ്റവും മികച്ച സംവിധാനങ്ങൾ, വിദ്യാഭ്യാസം എന്ന സംവിധാനം, അതിന്റെ പല ഘട്ടങ്ങളിൽ, പല സ്റ്റേജുകളിൽ, പല ലെവലുകളിൽ എത്രയോ പ്രതിഭകൾ, എത്രയോ പണ്ഡിതന്മാരെ, അധ്യാപകർ, ഇവരുടെ എല്ലാം കൈകളിലൂടെ കയറി ഇറങ്ങി 22 വർഷം പരിശീലിപ്പിച്ചിട്ട് പുറത്തേക്ക് വിടുമ്പോഴും അവൻ ഇനി സന്തോഷ് ജോർജ് കുളങ്ങര പോലുള്ള ഒരാളുടെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് പെട്ടിയുമായിട്ട് TV പ്രൊഡക്ഷൻ പഠിക്കണോ വേണ്ടോ എന്ന് ആലോചിക്കുന്ന കൺഫ്യൂഷനിലാണ് പുറത്തേക്ക് ഇറങ്ങുന്നതെങ്കിൽ എന്ത് വിദ്യാഭ്യാസമാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ജീവിതത്തിൽ എന്തായി മാറണമെന്നോ എന്റെ കഴിവെന്താണെന്ന് തിരിച്ചറിയുന്നതിനോ ആ കഴിവിൽ ഞാൻ നാളെ ആരായി മാറണമെന്നോ ചിന്തിക്കാനോ തീരുമാനമെടുക്കാനോ ഈ 22 വർഷത്തെ പരിശീലനം കൊണ്ട് ഒരാൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എത്ര പേരുണ്ടാവും?
100, 150 ഇത്രയും ആളുകളോടാണ്. ഇത്രയും ആളുകളോട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ധരിക്കുന്നത് നിങ്ങൾക്കെല്ലാം ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്നാണ്, ഞാൻ പറയുന്നത് ഇഷ്ടമാണെന്നാണ് നിങ്ങൾക്ക് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ അത് യാഥാർത്ഥ്യമാവണമെന്നില്ല. ഒരു പ്രൊഫസർ ക്ലാസ് എടുക്കുമ്പോഴും ഏതാണ്ട് അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഒരു പാഠപുസ്തകം പഠിപ്പിക്കുമ്പോഴും ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഈ 150 പേരും ഒരേ അളവിൽ നിങ്ങൾ ഗ്രഹിക്കുന്നു എന്ന ധാരണയിൽ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ. ഒരേ വിഭവം ഭക്ഷണം തന്നെ ഇവിടെ വിളമ്പിയാൽ പോലും നിങ്ങൾ ഓരോരുത്തരും ആസ്വദിക്കുന്ന വ്യത്യസ്തമായ രീതിയിലാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവത്തിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ ഈ 150 പേര് ചിലപ്പോൾ പറയുക 100, 50 വ്യത്യസ്ത വിഭവങ്ങളുടെ പേരായിരിക്കാം. അപ്പൊ ഇത്രയേറെ വൈവിധ്യങ്ങളോട് പരിശീലനങ്ങൾ, ജീവിത വീക്ഷണം നൽകുന്ന വ്യത്യസ്തങ്ങളായ മേഖലകളെ കുറിച്ച് അറിവ് നേടുന്ന, അതിൽ വിദഗ്ധരാകുന്ന ആളുകളെ സൃഷ്ടിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു എഞ്ചിനീയറിംഗ് കോളേജിലെ കുറെ ആളുകൾ എന്നെ കാണാൻ എൻ്റെ ഓഫീസിൽ വന്നിരുന്നു. ഞാൻ അവരോട് പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. ഇനി നിങ്ങൾ പഠിപ്പിക്കേണ്ടത് ക്ലാസ് റൂമുകളിൽ, സത്യത്തിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ ഹൈസ്കൂൾ സ്റ്റുഡൻസിന് നിങ്ങൾ പുറകോട്ടൊന്ന് ചിന്തിക്കുക. അവർക്ക് ഈ ഒരു ഉത്തരം കാണാതെ പഠിച്ചെഴുതുന്നതിനല്ലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത്? ആണോ? അല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരു ഡോക്ടറുടെ അടുത്ത് നിങ്ങൾ ചികിത്സിക്കാൻ ചെല്ലുന്നു. ആ ഡോക്ടർ ശരിയായ ചികിത്സ നിങ്ങൾക്ക് തരുമ്പോൾ അത് പുസ്തകത്തിൽ നോക്കിയിട്ടാണോ ആ ചികിത്സ തീരുമാനിച്ചത്, കാണാതെ പഠിച്ച് പണ്ട് പഠിപ്പിച്ചത് ഓർത്തിരുന്നിട്ടാണോ എന്നത് നിങ്ങൾക്ക് പ്രസക്തമാണോ? വീട്ടിയ ചോദ്യം. നിങ്ങൾ ഭാവിയിൽ ഉപയോഗപ്പെടുത്താൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കാൻ പോകുന്ന സമൂഹത്തിന് സൊല്യൂഷൻസ് ആണ്, അല്ലേ? ആണോ? ഒരു എഞ്ചിനീയർ സമൂഹത്തിന് കൊടുക്കാൻ പോകുന്നത് എന്താണ്? മനുഷ്യന്റെ ആവശ്യങ്ങൾക്കുള്ള, പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ് ഉണ്ടാക്കി കൊടുക്കലാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, അല്ലേ? ആ സൊല്യൂഷൻ പുസ്തകത്തിൽ നോക്കിയിട്ടുണ്ടാക്കിയതാണോ കാണാതെ പഠിച്ചിട്ട് പറഞ്ഞതാണോ എന്നുള്ളത് സമൂഹത്തിന് പ്രസക്തമാണോ? അല്ല. പിന്നെ എന്തിനാണ് ഈ കാണാതെ പഠിക്കുന്ന ഉത്തരത്തിന് മാർക്ക് തന്ന് നിങ്ങൾ എടുക്കാനാണോ പഠിക്കാണോ തീരുമാനിക്കുന്നത്? നിങ്ങൾ എവിടെ നോക്കിയിട്ടാണെങ്കിലും നിങ്ങൾക്കതൊരു സൊല്യൂഷൻ, യുക്തിപൂർവമായ ഒരു സൊല്യൂഷൻ നൽകാനുള്ള കഴിവ് ഉണ്ടാവുക എന്നതല്ലേ വേണ്ടു, അല്ലേ? നിങ്ങളോട് നല്ല ഒരു ഉപകരണം സമൂഹം ആവശ്യപ്പെടുന്നു. ഒരു കൊച്ചി എന്ന നഗരത്തിലെ ഫ്ലഡ് ഒഴിവാക്കാൻ വേണ്ടി, ഇനി ഒരിക്കലും ഫ്ലഡ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിനോട് ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ അത് കാണാതെ പഠിച്ച തിയറി കൊണ്ട് ഉണ്ടാക്കണമെന്ന് ആർക്കെങ്കിലും നോക്കുന്നുണ്ടോ? ഫ്ലഡ് ഉണ്ടാകാതിരിക്കുക എന്നുള്ളതല്ലേ പ്രശ്നം. അത് ഇംഗ്ലണ്ടിൽ നടപ്പാക്കിയ ഒരു ടെക്നോളജിയും ജപ്പാനിൽ നടപ്പാക്കിയ ഒരു ടെക്നോളജിയും ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത ഒരു ടെക്നോളജിയും നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ പലരുടെ ബുദ്ധിയും ചേർന്ന ഒരു സൊല്യൂഷൻ ഉണ്ടായതുകൊണ്ട് ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ? ഇത് നിങ്ങൾ കോപ്പി അടിച്ചത് അതുകൊണ്ട് തരില്ല, പറ്റില്ല, കൊച്ചി ഫ്ലഡ് കടന്നാലും വേണ്ടില്ല, നിങ്ങളുടെ കോപ്പി അടിച്ച ഈ ടെക്നോളജി ഞങ്ങൾക്ക് വേണ്ടെന്ന് ആരെങ്കിലും പറയുമോ? നമ്മുടെ പരീക്ഷാ സമ്പ്രദായത്തിന് ഞാൻ ചെറിയൊരു ഉദാഹരണം മാത്രം പറഞ്ഞത്. ഇന്നത്തെ കാലത്ത് ഹൈസ്കൂളിൽ ഞാൻ പറയുന്നു, ഹൈസ്കൂൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ഹിസ്റ്ററിയുടെ അക്ബറിന്റെ ഭരണപരിഷ്കാരങ്ങൾ 25 എഴുതാനോ അയാൾ ജനിച്ച വർഷവും മരിച്ച വർഷവും തെറ്റില്ലാതെ ഓർത്തിട്ട് എഴുതാനോ അല്ല പഠിപ്പിക്കേണ്ടത്. ഗൂഗിളിലോ യൂട്യൂബിലോ അന്വേഷിച്ചിട്ട് എങ്ങനെ ഒരു യഥാർത്ഥ പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിയുമെന്ന് മാത്രം പഠിപ്പിച്ചാൽ മതി. ശരിയല്ലേ? ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഒരു ഉത്തരം കണ്ടെത്താൻ, നമ്മുടെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള ഒരു വഴി പഠിപ്പിച്ചാൽ മാത്രം പോരെ കുട്ടികളെ? സത്യത്തിൽ ഇന്നത്തെ കാലത്ത് പാഠപുസ്തകം ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരാൾ നേരെ ഗൂഗിളിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയിട്ടാണോ പാഠപുസ്തകം ഉണ്ടാക്കിയത്? എനിക്ക് സംശയമുണ്ട്. ഞാൻ ഇന്ന് ലോകം മുഴുവൻ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഇന്ന് അവിശ്വസനീയമായ വേഗതയിൽ ലോകത്തെ എവിടെയും, ഞാനിപ്പോ അടുത്ത യാത്രയെ കുറിച്ച് നിങ്ങളെ മുസ്ലിംമാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനത് തീരുമാനിച്ചില്ല. പക്ഷെ എന്റെ മനസ്സിൽ അടുത്ത പോകേണ്ട സ്ഥലങ്ങൾ ഒരു 5 സ്ഥലങ്ങളെങ്കിലും ഉണ്ട്. ഞാൻ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുക പലതിലും. ഗ്രീസിലേക്ക് പോകണമെങ്കിൽ, ഗ്രീസ് എന്നൊരു രാജ്യത്തിന്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ചിലരെ കരുതി വെച്ചിരിക്കുന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായതുകൊണ്ട് ഇത് വണ്ടിയുടെ അടിയിലിടുന്ന സാധനമാണ് ഗ്രീസ് എന്ന രാജ്യം ഉണ്ടാക്കാൻ വരണം. മനസ്സിലായില്ലേ? തെങ്ങി വീഴുന്ന സാധനം മാത്രമല്ല ഗ്രീസ്. ഈ ഗ്രീസ്
എന്ന ഒരു പേരാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അടുത്തത് ഞാൻ ഗ്രീസിലെ 25-30 എപ്പിസോഡുകളിലൂടെ മലയാളി ഇഷ്ടപ്പെടുന്ന ഒരു ടെലിവിഷൻ പരിപാടിയാക്കി അത് മാറ്റണമെങ്കിൽ ഗ്രീസിന്റെ ജീവിതം വേണം, ഗ്രീസിന്റെ അത്ഭുതങ്ങൾ വേണം, ഗ്രീസിന്റെ ചരിത്രം വേണം, ഗ്രീസിന്റെ ജീവിതത്തിന്റെ അത്ഭുതങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി നടക്കാനുള്ള വഴികൾ വേണം. അതുപോലെ തന്നെ ഗ്രീസിന്റെ പ്രകൃതി സൗന്ദര്യം വേണം. വ്യത്യസ്തമായ ഭൂതലങ്ങളിലൂടെ സഞ്ചരിക്കണം, കടലിലൂടെ പറ്റുമെങ്കിൽ യാത്ര ചെയ്യണം. ഗ്രീസ് എന്ന് പറയുന്നത് ഈജിയൻ കടലിന്റെ പല ഭാഗത്തായി ചെതറിക്കിടക്കുന്ന 100 കണക്കിന് ദ്വീപുകളാണ്. ഗ്രീക്ക് തത്വചിന്തകന്മാരെ, ഗ്രീക്ക് അറ്റ്ലസിനെയും ഹെർക്കുലീസിനെയും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവരുടെ ഒക്കെ നാടാണ് ഗ്രീക്ക്. അപ്പൊ ഒത്തിരി മിത്തുകളുടെ, ഒത്തിരി ഐതിഹ്യങ്ങളുടെ, ഒത്തിരി കഥകളുടെ, ഒത്തിരി പാരമ്പര്യത്തിന്റെ ഒരു നാടാണ് ഗ്രീസ്. ഈ ഗ്രീസിലേക്ക് ചെന്നിറങ്ങുമ്പോൾ കയ്യും വീശി ഒരു ടിക്കറ്റ് എടുത്ത് ചെന്നിറങ്ങാൻ പറ്റില്ല. നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് ഹോംവർക്ക് ചെയ്യണം. ഞാൻ 5 ദിവസത്തേക്കാണ് പലപ്പോഴും യാത്ര ചെയ്യുക. 5 ദിവസത്തിൽ കൂടുതൽ എനിക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല. ഈ 5 ദിവസം കൊണ്ട് ഗ്രീസിന്റെ സമഗ്ര വിവരങ്ങളും ഷൂട്ട് ചെയ്തിട്ട് വരണമെങ്കിൽ ഓരോ മിനിറ്റും ഞാൻ പ്ലാൻ ചെയ്യണം. ഞാൻ ഇന്ന് 12 മണിക്ക് ഇന്ന് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ നാളെ ഉച്ചയ്ക്ക് 12, ഇന്ന് രാത്രി പുറപ്പെട്ടാൽ നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ഏതൻസ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ചെന്നിറങ്ങുന്ന വിമാനത്തിലാണ് ഞാൻ ചെന്നിറങ്ങുന്നതെങ്കിൽ 12 മണി മുതൽ ഓരോ അരമണിക്കൂറും ഞാൻ എന്ത് ചെയ്യണം, എവിടെ എത്തണം, എങ്ങനെ എത്തണം എന്നുള്ളതിന്റെ ഒരു കൃത്യമായ ഒരു തിരക്കഥ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ യാത്ര പുറപ്പെടുന്നത്. ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. ഞാൻ ആ എയർപോർട്ടിൽ പോയി അന്തം വിട്ട് കുറെ നേരം നിൽക്കും, വണ്ടി കിട്ടാതെ ഏതാനും മണിക്കൂറോടെ സമയം ചെലവഴിക്കും. ഇനി എപ്പോഴോ ഒരു ഹോട്ടലിൽ ചെല്ലും, അവിടെ കിടന്ന് ഉറങ്ങും, പിറ്റേ ദിവസം പണി തുടങ്ങാൻ അല്ല. വിമാനത്തിൽ ഇരുന്ന് ഞാൻ എന്റെ ജോലികൾ ആരംഭിക്കുകയാണ്. എയർപോർട്ട് ഏത് ദിശയിലാണ് വിമാനം ലാൻഡ് ചെയ്യുന്നതെന്നാണ് ഞാൻ ആദ്യം പരിശോധിക്കുന്നത്. എന്തിനാണെന്നറിയുമോ? ആ സൈഡിലെ വിൻഡോ സീറ്റിൽ ഞാൻ ഇരുന്നെങ്കിൽ ആ റൺവേയുടെ അല്ലെങ്കിൽ ആ എയർപോർട്ട് ബിൽഡിങ്ങിന്റെ അല്ലെങ്കിൽ ആ നഗരത്തിന്റെ ആ ലാൻഡിങ്ങിന്റെ വിശദമായ ദൃശ്യം വൃത്തിയായിട്ട് കിട്ടും. നിങ്ങൾ സഞ്ചാരത്തിൽ എല്ലാ എപ്പിസോഡിലും വിമാനത്തിൽ ഭംഗിയായ ഒരു രാജ്യത്ത് ചെന്നിറങ്ങുന്നത് ആ വിമാനത്താവളത്തിന്റെ ദൃശ്യങ്ങളും കാണുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഞാൻ നടത്തുന്ന ഹോംവർക്ക് നിങ്ങൾ കാണുന്നില്ല. വിമാനം ഗൂഗിൾ മാപ്പ് എടുക്കും, ഈ പറഞ്ഞ എയർപോർട്ട് ഏതൻസ് ഇന്റർനാഷണൽ എയർപോർട്ട് ഗൂഗിളിൽ കണ്ടുപിടിക്കും. നഗരത്തിൽ നിന്ന് എത്ര അകലെയാണെന്ന് കണ്ടുപിടിക്കും. ഇവിടെ നിന്ന് ചെല്ലുന്ന വിമാനം ഏത് റൺവേയിൽ എവിടെയാണ് ലാൻഡ് ചെയ്യുക സാധാരണഗതിയിൽ നിന്ന് കണ്ടുപിടിക്കും. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ നഗരത്തിന് മുകളിലൂടെ പറഞ്ഞിട്ടാണ് വിമാനം പാസ് ചെയ്ത് റൺവേ എയർപോർട്ടിലേക്ക് എത്തുന്നതെങ്കിൽ ഏത് സൈഡിലായിരിക്കും നഗരം ഭംഗിയായിട്ട് കാണാൻ കഴിയുക എന്ന് ചിന്തിക്കും. രാവിലെയാണ് ഞാൻ ഈ കിഴക്കൻ പ്രദേശത്ത് ഇവിടെ നിന്നും വടക്കോട്ട് നമ്മൾ സഞ്ചരിക്കുമ്പോൾ രാവിലെയാണ് വിമാനത്തിൽ യാത്ര ചെയ്യുന്നതെങ്കിൽ വിമാനത്തിന്റെ ഏത് സൈഡിലിരിക്കണം? ഏത് സൈഡിലിരിക്കണം? നമ്മൾ പകൽ രാവിലെയാണ് വടക്കോട്ട് വിമാനം പറക്കുന്നതെങ്കിൽ വടക്കോട്ട് പറക്കുന്ന വിമാനത്തിൽ രാവിലെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഏത് സൈഡിലിരിക്കണം? ലെഫ്റ്റ് സൈഡിലിരിക്കണം. അതായത് സീറ്റ് നമ്പർ ABC അതേ A സീറ്റിൽ തന്നെ ഇരിക്കണം. F സീറ്റ് 3-6 വരികളാണെങ്കിൽ F ആണ് കിട്ടുക. പക്ഷെ ഇന്റർനാഷണൽ ഫ്ലൈറ്റൊക്കെ അത്രയൊന്നും അല്ല, KL ഒക്കെ ഉണ്ട്. 10 സീറ്റുകൾ ഇരുന്നരെയാണ് സാധാരണ ഉണ്ടാവുക. അതിന്റെ അങ്ങേയറ്റത്തെ സീറ്റിൽ ഇരുന്ന് സംഭവിക്കുന്നത് എന്താ? നമ്മൾ എപ്പോഴും നോക്കുന്നത് കിഴക്കോട്ടായിരിക്കും. സൂര്യൻ അവിടെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഒരു വക നിങ്ങൾക്ക് കിട്ടില്ല. കാരണം വിമാനത്തിന്റെ ഈ ജാലകത്തിൽ തിളങ്ങി ലൈറ്റ് അടിച്ചിട്ട് നമുക്ക് ഒന്നും പുറത്തേക്ക് കാണാൻ കഴിയില്ല, ഷൂട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പൊ വടക്കോട്ട് യാത്ര ചെയ്യുന്ന വിമാനമാണെങ്കിൽ നമ്മള് ഈ സൈഡിലെ സീറ്റ് തന്നെ കിട്ടണം. അത് റൺവേ ഏത് സൈഡിലാണെന്ന് മനസ്സിലാക്കണം. അത് വടക്കോട്ടല്ല പടിഞ്ഞാറോട്ടാ പോകുന്നതെങ്കിൽ നമുക്ക് ചില ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനെ ഓരോ മൈന്യൂട്ട് കാര്യവും ഇവിടുന്ന് ഹോംവർക്ക് ചെയ്ത് പഠിച്ച് അത് അങ്ങനെ ചെന്ന് വിമാനത്താവളത്തിൽ ചെല്ലുമ്പോൾ ആ സീറ്റ് തരില്ല. സീറ്റ് അത് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. ഒന്നെങ്കിൽ അപ്പൊ തന്നെ ഓൺലൈനിൽ നമ്മൾ കയറി സീറ്റ് ഓഫ് സെലക്ഷൻ ഓപ്ഷൻ ഇടണം, ചെറിയ $5-10 എക്സ്ട്രാ കൊടുക്കണം. ഇല്ലെങ്കിൽ ഞാൻ എനിക്ക് പരിചയമുള്ള ട്രാവൽ ഏജന്റോ അല്ലെങ്കിൽ ആ എയർലൈൻ കമ്പനിയായിട്ട് ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ആളെ വിളിക്കും. ഞാൻ ഇന്നയാളാണെന്ന് പറയും, ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിനാണ് പോകുന്നത് നിങ്ങൾക്ക് അറിയാമെന്ന് പറയും. അപ്പൊ അവർക്ക് ചിലപ്പോൾ എന്നെ കേട്ടിട്ടുണ്ടാവാം. അവര് പറയും ശരി, ഞാൻ ആ സീറ്റ് റിസർവ് ചെയ്തോളാം. ഇത്രയും ഒരു സീറ്റ് ആ ലാൻഡ് ചെയ്യുന്ന ഒരു ഷോട്ട് എടുക്കാൻ തന്നെ നമ്മൾ ഇത്രയും ഹോംവർക്ക് ചെയ്ത് ഇറങ്ങുന്നത്. അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എയർപോർട്ടിൽ നിന്ന് എങ്ങനെ നഗരത്തിലേക്ക് എത്തും? ചിലപ്പോൾ 15, 20, 30 കിലോമീറ്റർ ആയിരിക്കും സിറ്റി. അവിടേക്ക് ടാക്സി വിളിച്ചു പോവുക പല രാജ്യങ്ങളിലും അസാധ്യം. അസാധ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നിങ്ങൾ വിചാരിക്കും ഈ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ആൾക്ക് ഒരു ചാനൽ പരസ്യമില്ലാന്ന് പറഞ്ഞാൽ എന്താ എക്സ്പെൻസ്? വലിയ എക്സ്പെൻസീവ് ആണ് ഇതൊക്കെ.
എനിക്ക് ഓരോ പൈസയ്ക്കും കൃത്യമായ കണക്കുള്ളത് കൊണ്ട് ഒരു പൈസ പോലും അനാവശ്യമായിട്ട് ചെലവഴിക്കാത്തത് കൊണ്ടുമാണ് ഇന്നും സഫാരി പ്രവർത്തിക്കുന്നത്. അല്ലാതെ മറ്റൊരു ടെക്നിക്കും അതിനകത്തില്ല. വിദേശ സമ്പാദ്യമോ സംഭാവനയോ ഒന്നും നമുക്ക് ഒഴുകി വരുന്നില്ല. നമ്മൾ തന്നെ പണിയെടുക്കുന്നു, നമ്മൾ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ കാര്യങ്ങൾ നടത്തുന്നു. ഒരു എപ്പിസോഡിന്, സഞ്ചാരത്തിന്റെ ഒരു എപ്പിസോഡിന് എനിക്ക് അനുവദിച്ചിരിക്കുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് 6000 മുതൽ 8000 രൂപ വരെ മാത്രമാണ്. ലോകത്തെ എവിടെ വേണമെങ്കിലും എനിക്ക് പോയി ഷൂട്ട് ചെയ്യാം, 6000 രൂപ തരും. ഈ 6000 രൂപ കൊണ്ട് കൂടുതൽ ചെലവുള്ള രാജ്യത്ത് പോകണമെങ്കിൽ എനിക്ക് എന്റെ മുമ്പിൽ ഒറ്റ വഴിയുള്ളൂ. എന്താണ് ആ വഴി? ഏതാ? അല്ല, നിങ്ങൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് അല്ലേ, പറയൂ. 6000 രൂപയെ ഒരു എപ്പിസോഡിന് തരൂ. എന്നാൽ കൂടുതൽ ചെലവുള്ള വലിയ എക്സ്പെൻസീവായ രാജ്യത്ത് പോവുകയും വേണം. എന്ത് ചെയ്യണം? സിമ്പിൾ, എപ്പിസോഡുകൾ വേണം കൂട്ടുക. അതായത് ഞാൻ 5 ദിവസത്തേക്ക് പോകാൻ പറ്റുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഒരു ദിവസം ചെയ്യുന്ന ജോലിയുടെ അളവ് കൂട്ടുക. ഒരു ദിവസം സാധാരണ ഞാൻ 6 എപ്പിസോഡ് എടുക്കുന്നെങ്കിൽ 8 എപ്പിസോഡ് വരെ ഷൂട്ട് ചെയ്യാനുള്ള ജോലി ചെയ്യുക. പാതിരാത്രി കഴിയുന്നത് വരെ. പാതിരാത്രിയിൽ എന്ത് കിട്ടും? അപ്പോഴാണ് ചില കൾച്ചറൽ സെന്ററുകളിലേക്ക് നമ്മൾ പോകുന്നത്, ചില നൈറ്റ് സ്ട്രീറ്റുകളിലേക്ക് നമ്മൾ പോകുന്നത്, വഴിയോര ഭക്ഷണശാലകളിലേക്ക് പോകുന്നത്. എങ്ങനെയെങ്കിലും എനിക്ക് 8 എപ്പിസോഡ് ഉണ്ടാക്കേണ്ടി വരും. സാധാരണഗതിയിൽ എനിക്ക് 6 എപ്പിസോഡ് മതി. അപ്പൊ ഇങ്ങനെ തന്നെയാണ്. അപ്പൊ ടാക്സി വിളിച്ച് എങ്ങനെ സിറ്റിയിലേക്ക് പോകും, എങ്ങനെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് യാത്ര ചെയ്യാം? അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പലതരം ഓപ്ഷൻസ് ഉണ്ടാവും. മെട്രോ ഉണ്ടാവാം അവിടുന്ന്, അല്ലെങ്കിൽ ബസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഷെയർ ടാക്സി എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാവും. ഇത് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായതും എന്നാൽ നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഉടൻ തന്നെ നമുക്ക് സാധ്യമാകുകയും വേണം. അവിടെ കാത്തിരിക്കാൻ സമയവും പണവും രണ്ടും ബാലൻസ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ അവിടെ ഹോട്ടലിലേക്ക് ചെന്നിറങ്ങുന്നത് ഹോട്ടൽ എവിടെയായിരിക്കണം? വീണ്ടും ഗൂഗിൾ മാപ്പ് എടുക്കുന്നു. പ്രധാന കാഴ്ചകൾ സിറ്റിക്കകത്ത് ഏതൊക്കെയാണെന്ന് തീരുമാനിക്കുന്നത്. ഇതിലേക്കെല്ലാം നടന്നു പോകാവുന്ന ദൂരത്തിൽ, എന്നാൽ രാത്രി ഈ പറഞ്ഞതുപോലെ പാതിരാത്രി കഴിഞ്ഞ് ഫുഡ് സ്ട്രീറ്റും കണ്ട് നൈറ്റ് ലൈഫും ഷൂട്ട് ചെയ്ത് തിരിച്ചെനിക്ക് നടന്ന് എനിക്ക് ഹോട്ടലിലേക്ക് പോകാൻ പറ്റുന്ന തൊട്ട് ആ ഭാഗത്തുള്ള ഹോട്ടൽ ഏതായിരിക്കും? അല്ലെങ്കിൽ അതിലേക്കുള്ള ആക്സസ് ഒക്കെ ഉള്ള ഒരു പ്രധാന സ്ട്രീറ്റിൽ എനിക്ക് പെട്ടെന്നായിട്ട് വരുന്ന ഹോട്ടൽ എവിടെയായിരിക്കും? ഇത് അവിടെ നിന്ന് കണ്ടുപിടിക്കണം, അവിടെ ബുക്ക് ചെയ്യണം, അവിടെ കൺഫർമേഷൻ കിട്ടണം. ഇങ്ങനെ ഓരോ ചലനവും ഓരോ നിമിഷവും പ്ലാൻ ചെയ്ത് നടത്തുന്നത് കൊണ്ടാണ് സഞ്ചാരം സാധ്യമാകുന്നത്. ഇത് സാധ്യമാകുന്നത് എന്നെ ഒരു ട്രാവൽ ഏജൻസി സഹായിച്ചിട്ടല്ല.